ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോ ബാക്ക് പെയിൻ അഥവാ നടുവേദന എന്ന വിഷയത്തെക്കുറിച്ചാണ്. സർവ്വസാധാരണയായി നമുക്ക് വേദനകൾ ഉണ്ടാകാറുണ്ടെങ്കിലും വളരെ അസഹനീയമായ ഒരു വേദനയാണ് നടുവേദന. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ലൈഫിലുണ്ടാകത്തില്ല. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും നമ്മുടെ നടുവേദന രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് നമുക്ക് അക്യൂട്ട് ലോ ബാക്ക് ഏക്ക് എന്നും ഒന്ന് ക്രോണിക് ലോ ബാക്ക് ഏക്ക് എന്നുമാണ് നമുക്ക് വരുന്നത്. ഈ അക്യൂട്ട് ലോ ബാക്ക് പെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു രാത്രി നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള നടുവേദനയെ നമുക്ക് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചിലപ്പം ഒന്ന് റെസ്റ്റ് എടുത്താൽ കുറയുന്ന ബാക്ക് പെയിനുകളാണ് നമ്മൾ അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ക്രോണിക് ബാക്ക് പെയിനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3 മാസം 1 മുതൽ 3 മാസം വരെയൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ബാക്ക് പെയിൻ, നമുക്ക് ചെറുതും വലുതുമായി ഇങ്ങനെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് തീരെ ബുദ്ധിമുട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഡോക്ടറെയൊക്കെ കാണാനായിട്ട് തീരുമാനിക്കുന്നത്. അത്തരം വേദനകളെ നമുക്കൊരു ക്രോണിക് ബാക്ക് പെയിൻ എന്ന ക്ലാസിഫിക്കേഷൻസിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉള്ള ബാക്ക് പെയിനിനെ 2 രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അക്യൂട്ട് ഫേസിലാണെങ്കിൽ വലിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി വരത്തില്ല, നമുക്ക് വേഗം തന്നെ നമുക്ക് റിലീഫ് കിട്ടും. ക്രോണിക്കിലാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ചികിത്സാ രീതികൾ വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ബാക്ക് പെയിൻ പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് ബാക്കിലെ മസിൽ സ്ട്രെയിൻ കൊണ്ടുണ്ടാവാം, ഇല്ലെങ്കിൽ മസിലിൻ്റെ വീക്ക്നെസ്, നമുക്ക് നടുവിനുണ്ടാകുന്ന കോർ മസിൽസിൻ്റെ വീക്ക്നെസ്സിൽ കാരണം കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവാം. നമുക്ക് സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിലെ മസിൽസ് ടൈറ്റായിട്ട് നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയും പോലെ തന്നെ നമുക്ക് ലംബാർ സ്പോണ്ടിലൈറ്റിസും അങ്ങനെയുള്ള പ്രോബ്ലംസ് കൊണ്ട് വരാറുണ്ട്. പിന്നെ സ്കോളിയോസിസ്, നമുക്ക് നമ്മുടെ വെയിറ്റ്, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ എപ്പോഴും ഒരു സൈഡിൽ ബാഗ് തൂക്കി ശീലിക്കുന്ന കണ്ടിട്ടുണ്ട്. എപ്പോഴും 2 സൈഡിൽ ബാഗ് തൂക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ആ സ്പൈനിന് ആ ഒരു ചെറിയ പ്രായത്തിൽ വളയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു സ്കോളിയോസിസ് എന്ന് പറയും. അപ്പോൾ അത്തരം കണ്ടീഷൻസും നമുക്ക് ബാക്ക് പെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഒബേസിറ്റി, അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വരാം. നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമുക്ക് ഒരു ഗ്യാസ് ഫോർമേഷനുള്ള ടൈപ്പിലുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ബാക്ക് പെയിൻ. പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, നമുക്ക് എല്ലിൻ്റെ ബലക്കുറവ് കൊണ്ട് വരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഹീൽസുള്ള ചപ്പൽസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അത് കാരണം ബാക്ക് പെയിൻ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെയാണ് നമുക്ക് ബാക്ക് പെയിനിന് പ്രധാനമായിട്ടും ഉള്ള കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ അക്യൂട്ട് ഫേസിൽ നമുക്ക് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഒരു ഐസ് പാക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അക്യൂട്ട് ഫേസിൽ ഒരു 48 ഹവേഴ്സിനകത്തുള്ള പെയിൻ ആണെങ്കിൽ നമുക്കൊരു ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ്, നമ്മൾ അനങ്ങാതെ കിടക്കുകയും നമ്മുടെ കാലിന് കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് കാലിന് ആ ഒരു പെയിൻ നമുക്ക് സബ്സൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ക്രോണിക് ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 1 മുതൽ 3 മാസം വരെയുള്ള ഇത് പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഒരു ദിവസമോ 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് അതിൻ്റെ റിലീഫ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ആ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മൊഡാലിറ്റീസാണ് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ നോർമലി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട നമ്മൾ ഷോർട്ട് വേവ് ഡയതെർമി, IFT, ടെൻസ് അങ്ങനെയുള്ള നൂതന ചികിത്സാ രീതികൾ നമുക്കുണ്ട്. നമുക്ക് ചിലപ്പോൾ ട്രിഗർ പോയിൻറ്റ്സ്, നമുക്ക് ബാക്കിലേക്ക് മസിൽസിൻ്റെ ട്രിഗർ പോയിൻറ്റ്സ് കാണും. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്താൽ മാത്രമേ മസിൽസ് ഫ്രീ ആവത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യണം. മാനിപ്പുലേഷൻ ചെയ്യാം, അതുപോലെ സ്പൈനൽ മൊബിലൈസേഷൻസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലേസർ തെറാപ്പി. അപ്പോൾ ഇത്തരം ചികിത്സാ രീതികൾ സംയോജിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ വേദന കുറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലെ മസിൽസ് വീക്ക് ആവുന്നതാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ ഈ കോർ മസിൽസ് വീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കോർ മസിൽ സ്ട്രെങ്തനിങ് ആണ് നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം ഏതൊക്കെ എക്സസൈസ്, നമുക്ക് അതിന് ഫ്ലെക്ഷൻ എക്സസൈസ് ഉണ്ട്, നമുക്ക് എക്സ്റ്റൻഷൻ എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ളത് നമ്മുടെ സ്പൈനിൻ്റെ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കിയതിന് ശേഷം അത് ചൂസ് ചെയ്ത്
നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പലരും എപ്പോഴും നമ്മൾ ഇതിൽ നമ്മളെന്താണ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ വരുന്ന വീഡിയോസും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ പലരും ബാക്ക് പെയിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്വന്തമായിട്ട് ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അത് ഞാൻ ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ആ എക്സസൈസ് നമുക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ സ്പൈനിനെ നമ്മുടെ എത്രത്തോളം നമുക്കിപ്പോൾ ഒരു ഓസ്റ്റിയോപൊറോട്ടിക് സ്പൈൻ ആണോ എന്നതൊന്നും പേഷ്യൻറ്റിന് ചിലപ്പോൾ അറിയാൻ കഴിയത്തില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം വളരെ സൂപ്പർവൈസ്ഡായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ള വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചൂസ് ചെയ്ത് അതിനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും നമ്മൾ പഴയതുപോലെ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും ആ വേദന നമുക്ക് ഒരു റെക്കറൻസായിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ട നടുവേദനയ്ക്ക് നമ്മുടെ പോസ്ചർ, നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ നിൽക്കുന്നത്, കിടക്കുന്നത്, അത് ഓരോ നമ്മുടെ ചലനത്തിനെയും അതിൻ്റെ പോസ്ചർ റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് പ്രോപ്പറായിട്ട് സ്ട്രൈറ്റ് സപ്പോർട്ട് ചെയ്താണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത്. നമ്മൾ പലരും വീട്ടിലെ സോഫയിലും ദിവാനിലൊക്കെ കിടന്ന് TV കാണുന്ന ശീലമുള്ളവരാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ആ ഒരു ശീലത്തിൽ നമുക്ക് കിടക്കാൻ എളുപ്പത്തിൽ നമ്മൾ കിടന്ന് കാണാറുണ്ട്. പക്ഷേ അത് നമ്മുടെ നടുവിനെ സപ്പോർട്ട് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് നടുവേദന കൂടുതലായി ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മാട്രസ്, നമ്മൾ വേറെ പലതിനും വളരെ വിലകൾ ഉള്ള സാധനങ്ങൾ മേടിക്കുമെങ്കിലും നമ്മൾ ചിലപ്പോൾ കിടക്കുന്ന മെത്തയുടെ വില നമ്മൾ വളരെ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ മെത്തയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്ത നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ സ്പൈൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള മെത്തയല്ല, നമ്മൾ കിടക്കുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്പൈനൽ ന്യൂട്രലൈസേഷൻ കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നടുവിനുള്ള വേദന വീണ്ടും കൂടും, കാലിലേക്ക് പെരുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ലൊരു മെത്ത, ഒത്തിരി നമ്മൾ ഹൈ എൻഡ് മെത്തയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടഡ് ആണ്, നമ്മൾ സ്പൈൻ സപ്പോർട്ടഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മാട്രസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇതാണ്. പിന്നെ കമ്പ്യൂട്ടർ ടേബിൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണ്, നമ്മൾ കമ്പ്യൂട്ടർ ഇത് യൂസ് ചെയ്യുകയാണ്, നമ്മൾ ഒരേ കണക്ക് ചിലപ്പോൾ രാവിലെ തൊട്ട് ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, IT പ്രൊഫഷണൽസ്. അങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്ന വർക്ക് സ്റ്റേഷൻസിൽ നമ്മൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് നമുക്ക് കിട്ടാറുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കസേരയിൽ നിന്ന് എണീച്ച് പോകാറില്ല, അവിടെ ഇരുന്ന് എന്തെങ്കിലും സംസാരിക്കും. ഇല്ലെങ്കിൽ അപ്പോൾ അത്തരം ശീലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു സെക്കൻഡെങ്കിലും നമ്മൾ ഇരിക്കുന്ന കസേരയുടെ ചുറ്റും ഒരു പ്രാവശ്യം നടന്നാൽ പോലും നമുക്ക് വളരെ ഒരു റിലീഫ് ആ സ്പൈനിന്, നമുക്ക് ആ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്കൊരു മോചനവുമാവും, നമ്മുടെ ആ ഒരു ബാക്കിന് നമുക്ക് അത്യാവശ്യം ഒരു കെയറും കൊടുക്കാൻ കഴിയും. പിന്നെ ഹൈ ഹീൽസാണ് പ്രധാന വില്ലൻ. നമ്മൾ വളരെ പൊക്കം കുറഞ്ഞവർ പ്രധാനമായും ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഹൈ ഹീൽസ് നമുക്കൊരു കാഫിനൊരു നോർമൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ആ പൊക്കം നമുക്ക് തരും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് പെയിൻ നമുക്ക് വളരെയധികം വർദ്ധിപ്പിക്കുന്നതായി കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോർമലി ഒരു ഫ്ലാറ്റ് ഫുട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന അടുക്കളയിലൊക്കെ നമ്മൾ സ്ത്രീകൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കാലും ഒരുപോലെ നിലത്ത് കുത്തി നിന്ന് ജോലി ചെയ്യുന്നതിന് പകരം ഒരു കാലം ഒരല്പം ഒരു ഹൈറ്റിൽ ചെറിയൊരു ഫുഡ് സ്റ്റൂളോ ഇല്ലെങ്കിൽ ഒരു ഇഷ്ടികയുടെ ഹൈറ്റിലോ ഉയർത്തി വെച്ച് നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടെ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ബാക്കിൻ്റെ ഒരു കെയർ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ളത് നമുക്ക് ബാക്ക് പെയിൻ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക. നമുക്ക് ഗ്യാസ് ഫോർമേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്പൈനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ഡിസ്ക് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നെർവ് കംപ്രഷൻ കൂടാനുള്ള സാധ്യതയും ഗ്യാസ് ഫോർമേഷൻ കാരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ടേബിളിൽ ഒരു കാല് താഴെയും ഒരു കാല് ആ ടേബിളിന് ഒരു ക്രോസ് ബാർ ഉണ്ടെങ്കിൽ ആ ക്രോസ് ബാറിലേക്ക് വെച്ച് നിന്ന് ജോലി ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ നടക്കാൻ യൂസ് ചെയ്യുന്ന ഫുഡ് വെയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വില കൂടിയതല്ലെങ്കിലും നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കണം, നമ്മുടെ കാലിന് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വാക്കിംഗ് ഷൂസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിന് നമുക്ക് കുറച്ചുകൂടെ കെയർ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നടുവേദന നമുക്കൊരു പരിധി വരെ നമുക്ക് സ്വന്തമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരു വിദഗ്ധ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം ഈ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.